ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 49-50 തിരുവചനങ്ങൾ. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. എൻ്റെ ഉള്ളം കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു എന്ന വാക്കുകളിൽ ആരംഭിക്കുന്ന മറിയത്തിൻ്റെ സ്തുതിഗാനം, മറിയത്തിൻ്റെ ദൈവത്തിലുള്ള വിശ്വാസ പ്രഖ്യാപനം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങളിലെ 2 വരികളാണ് നാം ഇന്ന് വായിച്ചു കേട്ട വേദഭാഗം. എവിടെ നിന്നായിരിക്കാം മറിയം എന്ന പെൺകുട്ടിക്ക് ഇത്ര ഇമ്പകരമായി ഒരു സ്തോത്രഗീതം പാടുവാനുള്ള വൈഭവം ആർജിച്ചത്? താൻ തൻ്റെ അമ്മയായ ഹന്നായിൽ നിന്നും കേട്ടു വളർന്ന സ്തോത്രഗീതത്തിൽ നിന്നും അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കാം മറിയം ഈ ദൈവഗീത പാടുന്നത്. ആരുടെ സ്തോത്രഗീതമായിരിക്കാം അമ്മ ഹന്ന തൻ്റെ മകൾ മറിയത്തിൻ്റെ കാതുകളിൽ ഒരു ബെഡ് സ്റ്റോറിയായി ഉറങ്ങുവാൻ പോകുന്ന കുഞ്ഞു മറിയത്തിൻ്റെ കാതുകളിൽ ചൊല്ലിക്കൊടുത്തിട്ടുണ്ടാവുക? അത് മറ്റാരുടെയുമല്ല, ഹന്ന എന്ന ആ മറിയത്തിൻ്റെ അമ്മയുടെ പേരിലുള്ള പഴയ നിയമപ്രവാചകൻ സാമുവേലിൻ്റെ അമ്മ ഹന്നായുടെ സ്തോത്രഗീതമായിരിക്കാം. 1 സാമുവേൽ 2-1 മുതൽ 10 വരെ പ്രതിപാദിച്ചിരിക്കുന്ന സാമുവേൽ പ്രവാചകൻ്റെ അമ്മയുടെ ദൈവസ്തുതി ഗാനം. ദൈവത്തെക്കുറിച്ചുള്ള തൻ്റെ അമ്മയിൽ നിന്നും മറിയം നേടിയ പരിജ്ഞാനവും ദൈവത്തോടുള്ള സ്നേഹവും ആത്മീക സത്യങ്ങളെക്കുറിച്ചുള്ള മറിയത്തിൻ്റെ ഗ്രാഹ്യവുമായിരിക്കണം മെശിഹായുടെ അമ്മയാകുവാൻ മറിയത്തെ യോഗ്യതയുള്ളവളാക്കിയത്. തീർച്ചയായും ഈ ഗുണങ്ങൾ മറിയത്തിൽ വന്നു ചേരുവാൻ ദൈവം മറിയത്തിൽ കണ്ട ക്വാളിറ്റി മറ്റൊന്നുമല്ല, മറിയത്തിൻ്റെ താഴ്മയാണ്. മറിയം തന്നെ പാടുകയാണ്, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മ കണ്ട് തന്നിൽ കടാക്ഷിച്ചിരിക്കുന്നു എന്ന്. വീണ്ടും മറിയം ആലപിക്കുകയാണ്, ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു എന്ന്. ഇന്ന് ആ അമ്മ മറിയം തനിക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിനെയും ഉദരത്തിൽ പേറി നാം ഓരോരുത്തരോടും പറയുവാൻ ആഗ്രഹിക്കുകയാണ്, താഴ്മയുടെ ലാളിത്യത്തിൻ്റെ പര്യായമായ പുൽക്കൂട്ടിലേക്ക് എൻ്റെ മകനെ അന്വേഷിച്ചു വരുന്ന ആട്ടിടയരെ പോലെ താഴ്മയുള്ളവരായി നിങ്ങളും വരണം. സ്നേഹനിധിയായ ദൈവത്തെ എന്നെപ്പോലെ ഭയപ്പെടണം. ഭയപ്പെടുക എന്ന് വെച്ചാൽ ഭയന്നോടി മറിയുന്ന ഭയമല്ല, മറിച്ച് ദൈവബഹുമാനത്തിൽ ആദരവോടെ ദൈവത്തിന് കീഴടങ്ങി ദൈവത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ജീവിതത്തിൽ പരമപ്രാധാന്യം നൽകി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.